ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കളർ പോകാത്ത, നിങ്ങളുടെ ഹെയർ ബാൻഡ്സ് തുരുമ്പ് പിടിപ്പിക്കാത്ത ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ കിറ്റാണ്. നമ്മൾ നോർമൽ ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കിറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതെല്ലാം കളർ പോകാത്ത ടൈപ്പ് ബീഡ്സും അതുപോലെ തന്നെ ഡബിൾ പോളിഷ്ഡ് ആയിട്ട് വരുന്ന വൈറ്റ് ബീഡ്സും ഓഫ് വൈറ്റ് ബീഡ്സും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 225 രൂപയുടെ കിറ്റാണെന്ന് തോന്നുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഒരുപാട് വീഡിയോ ഡിലേ വന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്ക് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ മഴയും കാര്യങ്ങളായതുകൊണ്ടുള്ള നെറ്റ്വർക്കും കൂടെ കറക്റ്റായിട്ട് കിട്ടണില്ല. അതുകൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയൊരു ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽ കിറ്റുമായിട്ടാണ്. ഇതിന് ശേഷം ഒരുപാട് കിറ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് പേര് മാലയും ബ്രേസ്ലെറ്റും മാത്രമായിട്ട് കിറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അതുപോലെ ബ്രേസ്ലെറ്റിൻ്റെ ചാംസ് വെച്ചിട്ട് ബ്രേസ്ലെറ്റ്സിന് മാത്രമായിട്ട് കിറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓണത്തിൻ്റെ കിറ്റ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. നമ്മളെന്തായാലും ഇൻഷാല്ലാ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള 5 ഹെയർ ബാൻഡ് ചെയ്യാനുള്ള കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം മെറ്റീരിയലിന് വേണ്ടി മെസ്സേജ് ചെയ്യുക. താഴെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് നിങ്ങൾ മെറ്റീരിയലിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇതേപോലെ ഡബിൾ ലെയറായിട്ട് വരുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഡബിൾ പോളിഷ്ഡ് ആയിട്ട് വരുന്ന വൈറ്റ് ബീഡ്സും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ബീഡ്സും ആണ്. ഈ ഒരു ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് ഫെയ്ഡ് ആവില്ല പെട്ടെന്ന്. ഒരക്കിയ നഖം കൊണ്ട് ഇതാവുന്ന ചെയ്യുമ്പോൾ കളറ് പെട്ടെന്ന് ഫെയ്ഡ് ആവില്ല. പിന്നെ ഈ ഒരു മഴക്കാലം, ഈ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ചിനനുസരിച്ച് ഇത് തുരുമ്പെടുക്കില്ല. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ ഡബിൾ ഹോൾ വരുന്ന റോസ് ഫ്ലവറിൻ്റെ ബീഡാണ്. മാക്സിമം എല്ലാ കിറ്റിലും ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ ബീഡാണ് ഉണ്ടാവുക. ഈ ഒരു സ്റ്റോൺ ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ടുള്ള എൻഡ് ടേപ്പ് ഉണ്ടാവും. ലാസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന 225 കിറ്റിൽ നമ്മൾ ഗ്രോസ് ഗ്രെയിൻ റിബണാണ് ബ്ലാക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക എൻഡ് ടൈപ്പിൻ്റെ ചെറിയൊരു പീസായിരിക്കും ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്തൊരു ടൈപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ ഈ ഒരു 3D ബോൾ ബീഡ് വെച്ചിട്ട് ഗ്ലാസ് എഫക്റ്റ് തരുന്ന ബീഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടൈപ്പിൽ വരുന്ന ഹെയർ ബാൻഡ്. ഇതിന് എൻഡ് ബീഡായിരിക്കും ഉണ്ടാവുക കേട്ടോ. കിറ്റിൽ ഉണ്ടാവുക മെറ്റീരിയൽസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഫ്ലവർ. നമ്മൾ ഈ ഒരു ഫ്ലവർ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടൊരു കിറ്റ് ചെയ്യുമോ എന്ന്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നിന്ന് സ്റ്റോക്ക് ഔട്ടായി പോയി. ഇപ്പോൾ നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോ ബീഡ്സും ഈ ഒരു സ്റ്റോണും ക്ലിപ്പിംഗ് സ്റ്റോണാണ്. അതും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗോൾഡൻ ഹെയർ ബാൻഡിൽ ഇത് ഒട്ടിച്ചു കൊടുത്തേക്കല്ല, നമ്മൾ ടിയാര ചെയ്യുന്ന ആ ഒരു കോപ്പർ വയർ കൊണ്ട് കോർത്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഗമ്മിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഗമ്മിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഒരു ഹെയർ ബാൻഡ്. അടുത്ത് വന്നിട്ടുള്ളത് ആ ഒരു സെയിം ഫ്ലോ ബീഡ്സിൽ തന്നെ ഇതുപോലെ നമ്മൾ ആ ഒരു 3D ബോളും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ ഷീറ്റും വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ള സ്റ്റോൺ ഷീറ്റ്. ഈ ഒരു ഫ്ലവർ കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് ചുറ്റിയെടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ ക്ലിയറായി കാണുന്നുണ്ടാവും തോന്നുന്നു. അതിനുശേഷം അടുത്ത ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോ സീക്വൻസ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, സീക്വൻസ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് എന്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അതും അതുപോലെ തന്നെ 4 mm വരുന്ന ക്രിസ്റ്റൽ എഫക്റ്റ് തരുന്ന ട്രാൻസ്പെറൻറ്റ് ബീഡ്സും വെച്ചിട്ട് ഇതും കോപ്പർ വയർ കൊണ്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പേര് മേക്കിംഗ് വീഡിയോസ് ചോദിക്കുന്നുണ്ട്. മേക്കിംഗ് വീഡിയോസ് നമ്മുടെ ക്ലാസ്സസ് ഓൾറെഡി നമുക്ക് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതിന് ശേഷമാണ് മേക്കിംഗ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഡിലേ വരുന്നത്. ഇതുണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഗം ഉപയോഗിച്ചിട്ടില്ല. ഗമ്മില്ലാത്തവർക്കും ഈ ഒരു കിറ്റ് വാങ്ങി അത്യാവശ്യം ചെയ്തെടുക്കാനായിട്ട് വരും. മെയിനായിട്ട് ഈ 2 ഹെയർ ബാൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു കോപ്പർ വയറിൻ്റെ റോള് വരുന്നുണ്ട്. 0.4 വരുന്ന റോളാണ്. അതായത് ഇതെല്ലാം നമ്മൾ ചുറ്റിയെടുക്കുക ചെയ്തിട്ടുള്ളത് കോപ്പർ വയർ ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെയാണ് കോപ്പർ വയറിൻ്റെ റോള് വെച്ചിട്ടുള്ളത് ഈ ഒരു കിറ്റിൽ. വീഡിയോ ഡിലേ ആവുന്നുണ്ടെന്നറിയാം. അതിനുശേഷം 3 ഗോൾഡൻ ഹെയർ ബോസ് ഉണ്ടാവും. അതുപോലെ തന്നെ 3 വയർ ഹെയർ ബാൻഡ്സ് ഉണ്ടാവും കേട്ടോ.
അതിനുശേഷം വരുന്നത് ഡബിൾ പോളിഷ്ഡായിട്ട് വരുന്ന ഈ ഒരു ഓഫ് വൈറ്റ് ബീഡ്സ് ഉണ്ടാവും. ഡബിൾ പോളിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് പോയി കാണാം കേട്ടോ. ഈ ഒരു കിറ്റ് ഓർഡർ ചെയ്യുന്നവർ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. ഇതുപോലെ നമ്മൾ നോർമൽ ബീഡ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ കിറ്റിലും നോർമൽ ബീഡായിരുന്നു, അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് കിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ആ ഒരു ഫ്ലവർ ബീഡ്സ് ഉണ്ട്, പിന്നെ ഫ്ലവർ സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ 6 mm വരുന്ന ഡബിൾ പോളിഷുള്ള വൈറ്റ് ബീഡ്സ് ഉണ്ടാവും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. അതിനുശേഷം ഒരു പീസ് എൻഡ് ടേപ്പ് സ്റ്റിക്കറുള്ള ടൈപ്പാണ് കേട്ടോ. അന്ന് നമ്മൾ ഗ്രോസ് ഗ്രെയിൻ റിബൺ, അത് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ഗ്രോസ് ഗ്രെയിൻ റിബൺ ആയിരിക്കും എന്നുള്ളത്. ഇത്തവണ എൻഡ് ടേപ്പാണ്. അതുപോലെ 2 എൻഡ് ബീഡും പിന്നെ ആ ഒരു ക്ലിപ്പിംഗ് സ്റ്റോണും പിന്നെ ആ ഒരു നോർമൽ സ്റ്റോണും ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 3D എഫക്റ്റിൽ വരുന്ന ഒരു ഗ്ലാസ് എഫക്റ്റ് തരുന്ന 3D ബോൾ ബീഡ്, ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഒരു ടിയാര ഹെയർ ബാൻഡും ചെയ്യാനുള്ളത്. പിന്നെ ഈ ഒരു 6 mm പിങ്ക്, ഇത് മാക്സിമം പിങ്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. മാക്സിമം അല്ല, പിങ്ക് തന്നെയാണ് എല്ലാ കിറ്റിനും ഉണ്ടാവുക. പിന്നെ ഈ ഒരു വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ എഫക്റ്റ് വരുന്ന ബീഡ്, പിന്നെ ആ ഒരു ബിഗ് റോസ് ഫ്ലവർ ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലിപ്പിംഗ് ഇല്ലാത്ത സ്റ്റോൺ വരുന്നത് കേട്ടോ. ഇത് ഡബിൾ ഹോൾ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക. കിറ്റിന് റേറ്റ് വരുന്നത് 230 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. കോപ്പർ വയർ ഇൻക്ലൂഡഡ് ആണ്, കാരണം ഈ ഒരു ഹെയർ ബാൻഡൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾ കോപ്പർ വയർ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ വാങ്ങേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തവണ ഈ കിറ്റിനകത്ത് അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പിന്നെ മെയിനായിട്ട് വിട്ടുപോയൊരു കാര്യം ഈ ഐറ്റം, ഈ ഒരു സ്റ്റോൺ ഷീറ്റ്, അത് മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റോൺ ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ കിറ്റിന് റേറ്റ് വരുന്നത് 230 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ്. ഇനി ഒരുപാട് പേര് എൻക്വയറി ഉണ്ടാവുക, ഇത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം, വേറെ മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പറയുന്നത് പോലെ നിങ്ങൾ വേറെ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. അതായത് കിറ്റിനകത്ത് നമ്മൾ മാക്സിമം മിനിമം ഷിപ്പിംഗ് ചാർജ് 45 to 50 രൂപയാണ് നമ്മൾ ഷിപ്പിംഗ് ഇടുള്ളൂ. അത് സ്പീഡ് പോസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം കൂടുന്നതിനനുസരിച്ച് സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജസിനും ദൂരം കൂടുന്നതിനനുസരിച്ചും വ്യത്യാസം വരും. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ ഒരു 10 ഗ്രാമിൻ്റെ ബീഡോ അല്ലെങ്കിൽ ഒരു കോപ്പർ വയറോളോ എലാസ്റ്റിക് ഒന്നും ആഡ് ചെയ്താൽ ഷിപ്പിംഗ് എക്സ്ട്രാ വരില്ല. എക്സ്ട്രാ ആഡ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് എക്സ്ട്രാ വരിക. പിന്നെ ഇനിയിപ്പോൾ കിറ്റ് ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു വീഡിയോയിൽ അങ്ങനെ പറയാറില്ല. ഇപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് മിനിമം 50 to 60 രൂപയ്ക്ക്, കുറഞ്ഞതൊരു 45 രൂപയ്ക്കെങ്കിലും സെയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയ്ക്കെങ്കിലും മാക്സിമം നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഈ ബീഡ്സ് കളർ പോവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 50 രൂപയ്ക്കെങ്കിലും സെയിൽ ചെയ്യാം. ഈ ഒരു ഫ്ലവർ സീക്വൻസ് നിങ്ങൾ വിചാരിക്കും സീക്വൻസ് അല്ലെന്ന്, അത്യാവശ്യം നല്ല പണിയെടുത്താലാണ് നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ ഈ ഒരു വർക്ക് കിട്ടുള്ളൂ. ഇതൊരു മിനിമം ഒരു 80 to 100 രൂപ റേറ്റിന് സെയിൽ ചെയ്യാനായിട്ട് നോക്കുക. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 100 to 120 രൂപ അല്ലെങ്കിൽ 150 രൂപ ആ റേറ്റിന് നിങ്ങൾ സെയിൽ ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് ലാഭം കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്കൊരു 100-120 രൂപ കുറഞ്ഞത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 80 രൂപയ്ക്ക് സെയിൽ ചെയ്യുക കേട്ടോ. അതിനുശേഷം ഈ ഒരു എന്താ പറയുക, ഡബിൾ ലെയർ വരുന്ന ഇത് കുറഞ്ഞതൊരു 80 അല്ലെങ്കിൽ 100 രൂപയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്യുക. കാരണം ഇത് ഡബിൾ പോളിഷ്ഡ് ബീഡ്സാണ്, നിങ്ങൾക്ക് ഗ്യാരൻറ്റിയോടുകൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു മിനിമം ഒരു 80 to 100 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. നിങ്ങളിപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഇതെല്ലാം മിനിമം ഒരു 100 രൂപയ്ക്ക് സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു 400 രൂപയുടെ അടുത്ത് കിട്ടും. കിറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് 230 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് പറയുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്, അതായത് ഷിപ്പിംഗ് എക്സ്ട്രാ വരില്ല. ആ 230 രൂപയുടെ ഉള്ളിൽ ഷിപ്പിംഗ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, കുറഞ്ഞത് 80 രൂപയ്ക്ക് ഇതെല്ലാം കൊടുത്താലും ഇതൊരു 40 രൂപയ്ക്ക് കൊടുത്താലും നിങ്ങൾക്ക് ലാഭം കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലാഭം ഉണ്ടാവുക. നമുക്ക് കൂടുതൽ എൻക്വയറീസ് അങ്ങനെ വരാറുള്ളത്, എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കിറ്റിൽ. റേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അർജൻറ്റ് ഓർഡേഴ്സ് കിറ്റിന് എടുക്കില്ല, 1 വീക്ക് കഴിയും ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക്